ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സൺഡേ ആണ്, അപ്പോൾ ചെറുതായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചാവക്കാട് പോവാ. ചാവക്കാട് എപ്പോഴും പോവാറില്ല, അവിടെ അടുത്ത് തന്നെ ചാവക്കാട്. ഇത് മറയൻവള്ളിക്ക് പോകുന്നേ. എവിടെയാണ്? ചാവക്കാട് ബീച്ചല്ലേ, അതിന്റെ അടുത്ത് തന്നെയാണോ? ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ബാക്കില്. കുഞ്ഞോളുണ്ട്. കുഞ്ഞോള് വന്നിട്ട് ഇപ്പൊ 1 വീക്കായി ഇവിടെ ഉണ്ട് ആള്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. കൊറേ നമ്മള് റീലൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകുന്ന എന്തായാലും നോക്കാം. നമ്മളിപ്പോ ഏകദേശം എത്താനായി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? 7 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ആക്ച്വലി. നല്ല വെയില, മഴയെ പോയില്ല ഇപ്പൊ. എനിക്ക് തൃശ്ശൂർ ഭാഷയൊക്കെ വരാൻ തുടങ്ങി. പാലക്കാട് പോകുമ്പോഴോ? പാലക്കാട് പോകുമ്പോഴോ ആര്? അത് സൈത്തിന്റെ ഒപ്പാണല്ലോ. ഉള്ളതല്ലേ എനിക്കിപ്പോ കിട്ടുള്ളൂ. എന്തൂട്ടേട്ടാ ഇത്ര വെയില്? മറൈൻവേൾഡിന്റെ ഒരു ഫ്ലെക്സ്. ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം. ട്രാവലർ ഒക്കെ പോകുന്നുണ്ട് കേട്ടാ. അങ്ങോട്ട് പോയിട്ട് വരെയായിരിക്കും. ക്ഷേത്രത്തിലോട്ട് പോയിട്ട് വരാം. പഞ്ചവടി ക്ഷേത്രം, ശ്രീരാമന്റെ. അതെന്താ അതിന് ഫേമസ്? പഞ്ചവടി മറ്റേ പടക്കെട്ടില്ല? ഇല്ല. അങ്ങനെ നമ്മളിപ്പോ മറൈൻവേൾഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. ട്രെയിൻ വരുന്നിട്ട് മാറി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷൻ ആണോ. പക്ഷെ ഇവിടെ എന്തോ ട്രെയിനും പിന്നെ ഹോഴ്സ് റൈഡൊക്കെ, ഇങ്ങനെ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെ ഫസ്റ്റ് ബോർഡ് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്, കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കുറെ ടൈം ഉണ്ട് എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫസ്റ്റ് ടൈം വരുന്നത്, ഇതുവരെ വന്നിട്ടില്ല. അതാണ് ആക്ച്വലി ഫ്രണ്ട് വ്യൂ. പക്ഷെ ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇപ്പോഴത്തെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ കയറിയിട്ട് അവിടെ ടിക്കറ്റ് എടുത്താൽ അവിടെ ഫുള്ളായിട്ട് കറങ്ങൽ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്താ നോക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സംഭവമൊക്കെ ആണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഒരു ബീച്ച് ഏരിയ ഷോപ്പ് ഉണ്ട്, കുറെ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട്. ഉപ്പിലിട്ട് വെച്ചത്, ചെറിയ ചെറിയ ടീ ഷോപ്പ്, ഐസ്ക്രീം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട്. പിന്നെ ഇതേ ആക്കിയിട്ട് ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോഴ്സ് റൈഡ് അവിടെ എനിക്ക് തോന്നുന്നു അവിടെയാണ് അതിന്റെ മെയിൻ. അവിടെ പോയാലും നമുക്ക് ഇറക്കി കിട്ടുള്ളൂ. മുളക് ബജി ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന സജിത്തസിനെയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളോ ഞങ്ങൾക്ക് ഐസ്ക്രീം മതി അല്ലേ? ഇത് നേരെ ഇങ്ങനെ ബീച്ചിക്കുള്ളൊരു എൻട്രൻസ് ആണ് കേട്ടോ. അല്ലാതെ ഇവിടെ മെയിനായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. നമ്മളിത് ആ മറൈൻവേൾഡിലേക്ക് എൻട്രായി പോയിട്ടിരിക്കുകയാണ്. ഒരുപാട്
പിള്ളേർക്കൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നല്ല മ്യൂസിക് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കയറാം. നമ്മൾ എവിടെയും തല്ലുണ്ടാക്കി കയറും. നല്ല പാട്ട്. ആരുടെ വകയ ടിക്കറ്റ് സ്പോൺസറിങ്? ജിൻഷയ്ക്ക്. പിന്നെ ഒരാൾക്ക് 400 rupees ആട്ടോ ചാർജ്. പിള്ളേർക്ക് പിന്നെ 280 സംതിങ് ആണ്. സീനിയർ സിറ്റീസിന് ഒരു 60 ഏജ് എബവ് ഉണ്ടെങ്കിൽ അവർക്ക് 350. നമുക്ക് 400 വെച്ച് 300 ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇവിടെ കയറാൻ പോവാം. നമുക്ക് നോക്കാം. ടിക്കറ്റ് എവിടെ? ഇവിടെ എത്തിയപ്പോഴാ ഞങ്ങള് ടിക്കറ്റ് എവിടെ നോക്കുന്നത്. Okay, fine. We are going inside. ഇതാണ് കേട്ടോ ഒരു എൻട്രി. ആ മമ്മിയല്ല, നമ്മുടെ മമ്മിയല്ല. വാവ്, ഫുള്ളൊരു അയ്യോ ഇതൊക്കെ കാറിന്റെ ഉള്ളില്. ലേസിയാലേ. ഫുള്ള് പച്ച മഞ്ഞ നീല ചുവപ്പ് ഏത് വേണം എല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 സ്റ്റെപ്പ് കയറേണ്ട ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവർ ചെരുപ്പൂരിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇത് നമ്മളിപ്പോൾ ഇത് ഗ്ലാസ് ആണ് കേട്ടോ അത് ഫുള്ളായിട്ട്. സോ നമ്മൾ ചപ്പലൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഇവിടെ വലിയ ഫിഷാണ്. വലിയ ഫിഷ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് കാണുമ്പോൾ എത്ര മനസ്സിലാവും അറിയില്ല, പക്ഷെ ഭയങ്കര വലുപ്പമാണ്. നമുക്കിവിടെ അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫീറ്റ് മസാജ് നമ്മുടെ ടിക്കറ്റിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കപ്പോൾ എല്ലാവരും ദിവസം ചെയ്ത് നോക്കാം. നിങ്ങൾ മാറേ ഇത് ചില്ലിങ്കൂട്ടിലായി ഗൈസ്. ഇവിടെ നമുക്കൊരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട് നമുക്ക്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസ് നമുക്ക് ഇതിൽ അലൗഡാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലൊരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോസ് അവർ നമുക്ക് പ്രിവ്യൂ ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഓപ്ഷനാണ്. എന്തായാലും ഞങ്ങൾ കപ്പിളായിട്ടും പിന്നെ കുഞ്ഞുമോളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വാവ്, അടിപൊളിയാണ്. സോ നൈസ്. എവിടെ ആമ ഗായ്സ്. എൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം മീൻസ് ഇവിടെ ഭയങ്കര ഹൈജീൻ ആയിട്ടോ. ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഭയങ്കര ഹൈജീൻ ആയിട്ട് അവർ ഫുള്ളി ക്ലീൻ വലിയ ഓന്ത് ഉടുപ്പ് കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഫോട്ടോസ് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ അവർ പ്രിന്റ് ആക്കി തരും. നമുക്കല്ലാതെ ഫോണിക്കൊന്നും പ്രിന്റ് ഔട്ട് കിട്ടില്ല. ഓക്കെ, സൈറ്റിൻ്റെ അടുത്ത് ഉണ്ട് സാധനം. ഏതാ? ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ. എവിടെ? നൈസ് നൈസ് നൈസ്. പക്ഷെ നമുക്കിത് അവർ ഫോണിക്ക് ഡോക്യുമെന്റ് ആയിട്ടൊന്നും അയച്ചു തരില്ല. അത് ഞങ്ങൾ ഇതിന് എത്രയാ 150 ആണ്. ഇതിന്റെ കുറച്ച് വലുതിന് 200 ആണ്. ഞങ്ങൾ 150യുടെ ഒരെണ്ണം എടുത്തുള്ളൂ. കുറച്ചൊരു ആന്റിക് ടൈപ്പ് സാധനങ്ങളുള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മള് 16 സിനിമ കാണാൻ പോവാ. ഏട്ടൻ വരുന്നില്ല, അവൻ പേടിക്കുകയാണ്. ഞാനും കുഞ്ഞുങ്ങളും പോവാ. ബാക്കി ഞങ്ങള് ഹൊറർ സിനിമയാണ്. ഹൊറർ സിനിമയല്ല, ഹൊറർ സിനിമ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് മറ്റേ ടെമ്പിൾ റണ്ണിന്റെ ഗെയിമിന്റെ ഒക്കെ ഇടയിൽ പാമ്പൊക്കെ വന്ന് ഇതെങ്ങനെ വന്ന് കുത്തും. അയ്യോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പാമ്പല്ല, കൊന്തം തൊണ്ടേ കുത്തും. ഒരു കുന്ന ശൂല മറ്റേ സാധനം അതിനെ കൊട ഇതിന്റെ അവിടെ നിന്നു. പിന്നെ ഒരു പാമ്പ് വന്നിട്ട് ഇവിടെ നിൽക്കുക. അത് വായ ഓപ്പൺ ചെയ്ത് നിൽക്കുക. ഒന്നല്ലെങ്കിൽ നമ്മളെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ മിണ്ടാതെ പോകണം. ഇത് അവിടെ തന്നെ നിൽക്കുക. നല്ല രസമായിരുന്നു. എന്തായാലും അതല്ലോ ഹൊറർ സിനിമയിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടില്ല. നമ്മളിതേ ബാക്ക് സൈഡിൽ നമ്മുടെ ചാവക്കാട് ബീച്ചാട്ടോ. ഇവിടെ നിന്ന് നേരെ എൻട്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് നേരെ ചാവക്കാട് ബീച്ചിലേക്ക് വന്നതാണ്. അപ്പം അങ്ങനെ ചാവക്കാട് ബീച്ചിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ഇനിയിപ്പോൾ നേരെ എങ്ങോട്ടാ? വീട്ടിലേക്കല്ലേ? അതെ അതെ. ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് ഇരുന്ന ആൾക്കാരായി. ഇപ്പോൾ ഇതാ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ജീൻസൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്. ബാക്കി എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് ഭയങ്കര നല്ല അടിപൊളി ലുക്കിലിരുമ്പോൾ നമ്മൾ മാത്രം ജീൻസൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോകുന്നത്. ചുമ്മാ ഇവിടെ ഇടയ്ക്ക് അടുത്തായതുകൊണ്ട് നമുക്ക് ഗുരുവായൂർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ ഉള്ളിൽ കയറുന്നില്ല, ജസ്റ്റ് ആ എൻട്രി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരെ കിട്ടും. ഗുരുവായൂർ അമ്പലത്തിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മറൈൻ വേൾഡ് അടിപൊളിയാണ് ശരിക്കും. എല്ലാ ദിവസവും സിനിമ കണ്ടതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തക്കോറയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും പോവാ. നല്ലൊരു പ്ലേസ് ആട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.